ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ നല്ല മഴയായിരുന്നേ. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല, ഭയങ്കര തലവേദന. ഇന്നലെ ഉണ്ടായിരുന്നു ഇതുപോലെ തലവേദന കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെ ശക്തമായിട്ടുള്ളൊരു തലവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുക്കളയിലൊരു ജോലി ചെയ്യാനൊരു മൂഡും ഇല്ല, എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല. മോൾക്ക് സ്കൂളിലും പോകണമല്ലോ, അപ്പോൾ നമ്മൾ ആ ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല തലവേദനയ്ക്ക്, ചൂടോ ഒക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ട് മോൾക്കും ചായ വേണം, കട്ടൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെ എഴുന്നേൽക്കണമുണ്ട്. ആ എഴുന്നേൽക്കുമ്പോഴേ ആ ഒരു ശീലമൊന്നുമില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ മോൾക്കൊരു കട്ടൻ വേണം, അതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്സായിട്ട് എന്തെങ്കിലും കഴിക്കാനും വേണം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും കഴിക്കാനായിട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പം മോൾക്ക് ചായ ഞാൻ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊപ്പം ഞാൻ പാലും കൂടി തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ കട്ടനൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാലും കൂടി തിളയ്ക്കുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾക്കുള്ള കട്ടനൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലാസ്കിലേക്ക് എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഒട്ടും തണുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ രാജേട്ടനും ചിലപ്പം ഈ സമയത്ത് ചിലപ്പോൾ വേണമെന്ന് പറയും. അപ്പോൾ ചൂടാറാതെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ ഞാൻ പിന്നെ ഫ്ലാസ്കിലെടുത്ത് വെക്കുന്നത്. അപ്പോൾ മോൾക്കുള്ള കട്ടൻ ഞാൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഞാൻ കുടിക്കാനായിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഇപ്പോൾ തലവേദന ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഉണ്ട്. കറി എല്ലാം കൂടി ഉണ്ടാക്കാനുള്ള ഒരു ഇതല്ല, എനിക്കൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു ഫില്ലിങ് വയ്ക്കാം. ഗോതമ്പും മൈദയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ദോശ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും കൂടി ഒരു ഫില്ലിങ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് ചെയ്യാം. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കോലും തക്കാളിയും കൂടി തേങ്ങ അരച്ച് കറിയും വയ്ക്കാം. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പച്ചമുളകും വേപ്പിലയും പിന്നെ മഞ്ഞളും ഉപ്പും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മളൊന്ന് വേകാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വേകണ സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കാം. തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി എളുപ്പമാകും. തേങ്ങയൊക്കെ നേരത്തെ ചിരണ്ടിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കറി വെക്കാനായിട്ട് നന്നായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഒന്നും കൂടിയൊക്കെ എനിക്ക് അല്ലെങ്കിലും പച്ചക്കറികൾ ഉണ്ടാക്കാനാണ് എനിക്ക് ഇഷ്ടവും അതുപോലെ തന്നെ എളുപ്പവും കേട്ടോ. മീനൊക്കെ ആകുമ്പോൾ എനിക്ക് താമസമാണ്. അപ്പോൾ നമ്മുടെ തക്കാളി മുരിങ്ങക്കോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അകത്ത് ജീരകവും ഒരു ചെറിയ ഉള്ളിയും കൂടി ആയിട്ടാണ് അരച്ചേക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ മുരിങ്ങക്കോലും തക്കാളിയും ഉള്ള ആ തേങ്ങ അരച്ച കറി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം, കോവയ്ക്ക അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഇത്തിരി താമസമുള്ളൂ. കോവയ്ക്ക അരിയാനൊക്കെ ആയിട്ട് നമുക്ക് ഇത്തിരി താമസമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്കയൊക്കെ ഞാൻ കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പിന്നെ കോവയ്ക്ക അരിഞ്ഞെടുക്കണം. അത് ഞാൻ പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഇരുന്നൊക്കെ ആയിരിക്കും കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ ഇന്നൊട്ടും എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല, കണ്ണടച്ച് എവിടെയെങ്കിലും ഇരിക്കാനാട്ടോ തോന്നണത്. അപ്പോൾ അങ്ങനെ ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് സമയം നിന്ന് വരുമ്പോൾ നമുക്ക് ആകപ്പാട് വിഷമിക്കും, അല്ലാത്ത ദിവസം തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഇത്തിരി നേരമൊക്കെ ഇരുന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനകത്ത് കടുക് പൊട്ടിച്ചിട്ട് സാധാരണ നമ്മൾ ഈ കോവയ്ക്കയുടെ അകത്ത് ഒരു സവോളയും കൂടി ചേർക്കുന്നുണ്ട്. അതും ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തിരിച്ചും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി മാറ്റി ഇളക്കി അങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടണമില്ല. നമുക്ക് ക്യാബേജൊക്കെ ആകുമ്പോൾ ഇത്രയും വെന്ത് കിട്ടണ്ട. ചെറുതായിട്ട് നമുക്ക് വേവ് കുറവാണെങ്കിലും ക്യാബേജ് ഒരുപാട് കുക്കാവാതിരിക്കുകയായിരിക്കും ക്യാബേജിനൊന്നുമില്ല. പക്ഷേ കോവയ്ക്ക ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ സമയത്ത് നമുക്ക് ഒന്ന് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിരുന്ന് വേകണ സമയത്ത് നമുക്ക് മാവൊക്കെ കുഴച്ച് വന്നു കഴിഞ്ഞാൽ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ
ഇത് നമ്മൾ നന്നായിട്ട് കലക്കി വെച്ച സമയം കൂടെ നമ്മുടെ കോവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്, നോർമൽ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്തിരി കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയിൽ മുളകൊക്കെ ചേർത്ത് നന്നായിട്ട് ആ മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് കറിയും നമ്മുടെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. ദോശയിൽ ഫില്ലിങ് ഞാൻ പറഞ്ഞല്ലോ, ഫില്ലിങ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റണ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തലവേദന ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫില്ലിങ് വെച്ചൊക്കെ ദോശയും നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.